കേരളത്തിലെ സീനുകളൊക്കെ അങ്ങനെ ഇരിക്കും ഇവരൊക്കെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ സ്പൈഡർമാൻ വില്ലേജ് ഓഫീസിൽ കരയടയ്ക്കാൻ നിൽക്കുന്നു, ബാറ്റ്മാൻ പഞ്ചായത്ത് ചിട്ടി അടയ്ക്കാൻ പോയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സീനുകളായിരിക്കും സൂപ്പർ ഹീറോസ് നമ്മളെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ. മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതായത് കിണറ്റിൽ ഇറങ്ങി പാത്രം അടിപ്പിക്കുക, വീണുപോയ പാത്രം അടിപ്പിക്കുക, അതേപോലെ എത്താത്ത കൊമ്പത്തെ ചക്കയൊക്കെ പോയി പറന്ന് മറിക്കുക, അതേപോലെ സൺഷെയ്ഡിലെ കരിയിലെ പറന്ന് വാരുക. ഇതേപോലെയുള്ള പ്രവൃത്തികളൊക്കെ വീട്ടിൽ ചെയ്യിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് പുറത്തിറങ്ങി പണിയെടുക്കാൻ പറ്റത്തുള്ളൂ, സൂപ്പർമാനും സ്പൈഡർമാനൊക്കെ. അങ്ങനെ ഞാൻ കോളേജിലെത്തിയപ്പം എനിക്കൊരു ആദ്യ പ്രണയമൊക്കെ ഉണ്ടായി. ഒരു പെൺകുട്ടിയെ കണ്ടു, ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനങ്ങനെ പാട്ടൊക്കെ പാടി ഞങ്ങളങ്ങനെ വളച്ചെടുത്ത് ഞാൻ പറഞ്ഞു, ഈ ലോകത്ത് ആരെ വേണോ കൺവിൻസ് ചെയ്യാം, ഡൊണാൾഡ് ട്രംപിനെ വരെ കൺവിൻസ് ചെയ്യാം, പക്ഷേ എൻ്റെ ഉമ്മയെ കൺവിൻസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നീ ഒന്ന് വീട്ടിൽ വന്ന് എൻ്റെ ഉമ്മയെ ഒന്ന് പരിചയപ്പെടണം, ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് സോപ്പിട്ടൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ശരി ഞാൻ വരാമെന്ന് പറഞ്ഞു. അവളങ്ങനെ വീട്ടിൽ വന്നു, ഉമ്മയെ പരിചയപ്പെട്ടു, കൂട്ടുകാരിയാണെന്നൊക്കെ പരിചയപ്പെടുത്തി. നേരെ അടുക്കളയിലൊക്കെ പോയി ഉമ്മയെ ഇച്ചിരി സഹായിച്ചൊക്കെ കൊടുത്തു. അവിടെ കിടന്ന വസ്ത്രങ്ങളൊക്കെ എടുത്ത് അടുക്കിയൊക്കെ വെച്ചു, പാത്രങ്ങളൊക്കെ ഒതുക്കിയൊക്കെ വെച്ചു. അപ്പോൾ ഉമ്മ ഹാപ്പി, കൊള്ളാം പെങ്കൊച്ച് കൊള്ളാം. അങ്ങനെ ഉമ്മ അടുത്തേക്ക് വിളിച്ചിട്ട് അവളടുത്ത് പറയാ, മോളെ നിന്നെ കണ്ടാൽ തന്നെ അറിയാം നീ ഒരു കുടുംബത്ത് പറഞ്ഞ കൊച്ചാണ്, അവിടെ അടക്കോ ഒതുക്കോ ഒക്കെ ഉണ്ട്. എൻ്റെ മോനോടൊന്ന് പറയണം, അവൻ ആകെയുള്ള ആ 2 ഷഡ്ഡിയെങ്കിലും എടുത്തൊന്ന് കഴുകിയിടാൻ. പിന്നെ എന്തെങ്കിലും പ്രേമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടുപിടിച്ച് തരണം. അവളെ തലക്കിട്ടൊന്ന് കിഴുക്കാനാണ്. അപ്പോൾ അവൾ ചോദിച്ചു അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ ഈ കിടക്കയിലൊക്കെ മുള്ളുന്നവനെ ആര് പ്രേമിക്കാനാണ്. അങ്ങനെ അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അപ്പോൾ ഈ ഇറങ്ങാൻ നേരത്ത് ഞാൻ ഉമ്മ അടുത്ത് പറഞ്ഞു, ഉമ്മ ഞാൻ ഷോയ്ക്ക് വേണം, നിങ്ങളിങ്ങനെ വിളിക്കരുതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നീ ഇങ്ങനെ കളിച്ച് നടന്നോ എന്ന് പറഞ്ഞു. എന്തായാലും നിൻ്റെ ഷോയിൽ ആരാ ജഡ്ജായിട്ട് വരുന്നതെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു രാജുവേട്ടൻ. അപ്പോൾ പറഞ്ഞു ശരി നിൽക്കെന്ന് പറഞ്ഞു. എൻ്റെ അടുക്കളയിൽ പോയി ഒരു പൊതി എടുത്തുകൊണ്ട് വന്ന് എൻ്റെ എത്തുന്നു. അങ്ങനെ ഞാൻ നോക്കി ഇതെന്താ അമ്മ എന്ന് പറഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ അവലോസുണ്ട് അരിപ്പൊടി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെന്തിനാ അമ്മ? അത് രാജുവിന് കൊടുത്തേക്ക് എന്ന് പറഞ്ഞു. പിന്നെ സുപ്രിയയ്ക്കും കൊടുക്കാൻ പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ രാജുവേട്ടനല്ല, ഇത് മണിയൻപിള്ള രാജുവാന്ന് പറഞ്ഞു. അപ്പം അമ്മച്ചി അത് തിരിച്ചിങ്ങ് തട്ടി പറിച്ചിട്ടാണ് പുള്ളിക്കൊന്നും കൊടുക്കണ്ട ഇത് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് ഇപ്പോഴേ തടി കൂടുതലാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ, എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ ആ വീടിൻ്റെ വിളക്കാണ് രമേശേട്ട. പിന്നെ എൻ്റെ നമ്മൾ ഈ യാത്രയൊക്കെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അപകടങ്ങളൊന്നും പറ്റാതിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ അമ്മമാരുടെ ഒരു സ്നേഹവും പ്രാർത്ഥനയൊക്കെ മാത്രമാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇറങ്ങാൻ പോകുമ്പോഴും അപ്പോൾ ഉമ്മച്ചി എന്നോട് ഇങ്ങനെ നിന്ന് കൈ കാണിക്കുന്നുണ്ട്, പോയിട്ട് വരൂ എന്നൊക്കെ പറഞ്ഞ് കൈ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്നേഹം തുളുമ്പുന്ന കണ്ണൊക്കെയാണ് നമ്മളിവിടം വരെയൊക്കെ എത്തിക്കുന്നതെന്നുള്ളത്. ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ എന്നെ വീട്ടിൽ കയറില്ല. അപ്പോൾ ഇത് പ്രൊമോയിലൊന്ന് കാണിക്കുന്നുണ്ട്. പ്രൊമോ അല്ല, ഞാൻ ആലോചിച്ചത് അതിൻ്റെ തൊട്ടും പോച്ച് കട്ട് ചെയ്ത് കളഞ്ഞാലോ എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. അതുവരെ മതി. പ്രൊമോയിലൊന്ന് ബൂസ്റ്റ് ചെയ്ത് ബീജം ഒക്കെ ഇട്ട് കാണിക്കണം. പറ്റുമെങ്കിൽ മദേഴ്സ് ഡേ ഒന്ന് കാണിക്കണം. എനിക്ക് കുറച്ച് ദിവസം വീട്ടിൽ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റും. അതുകൊണ്ട്